കഴിഞ്ഞ ദിവസം അമിത്ഷായുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. കാശ്മീരിൽ തീവ്രവാദികൾ ഉള്ള വീടുകളിൽ നിന്ന് അവർക്ക് ഇനി സർക്കാർ ജോലിയിൽ അവിടുത്തെ കുടുംബാംഗങ്ങൾക്ക് തീവ്രവാദികളുണ്ടെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ അവർക്ക് ഗവൺമെൻറ് ജോലി കൊടുക്കില്ല. ഇനി അഥവാ തീവ്രവാദികൾ ഏതെങ്കിലും കാരണവശാൽ മരണപ്പെട്ടാൽ, പോലീസിൻ്റെ പട്ടാളത്തിൻ്റെ വെടിയേറ്റ് മരിച്ചാൽ ആഘോഷപൂർവ്വം അവരെ കൊണ്ട് അടക്കണ്ട. അപ്പോൾ അമിത്ഷായുടെ ഉദ്ദേശം എന്താണ്? അമിത്ഷായുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ കാശ്മീരിൻ്റെ അവസ്ഥ അറിയാമായിരുന്നു. കാശ്മീരിൽ പ്രത്യേക പദവി വെച്ചുകൊണ്ട് പോയിട്ട് അതൊരു പ്രത്യേക രാജ്യമാക്കുന്നതിന് പാകിസ്ഥാന്റെ സഹായം കിട്ടിക്കൊണ്ടിരുന്ന ഒരു സംസ്ഥാനമായി. കാശ്മീർ പ്രത്യേക പദവി എന്ന് പറഞ്ഞാൽ കാശ്മീരിന്റെ പ്രത്യേക പദവിയിൽ അവിടുത്തെ നിങ്ങൾക്കറിയാമല്ലോ ഭരണാധികാരികളുടെ കാര്യം. കാശ്മീരിന് ഫണ്ടിനൊരു പ്രത്യേകതയുണ്ട്. കാശ്മീരിൽ ഇപ്പോൾ എത്ര കോടി രൂപ അനുഭവിച്ചാലും അതിന് ഓഡിറ്റിംഗ് ഇല്ല. ആ ഫണ്ട് എന്തിന് ചെലവാക്കി എന്ന് പറയേണ്ട ഒരു സംസ്ഥാനമല്ല. അങ്ങനെ പ്രത്യേക ചില പദവികളുണ്ട്. അതുപോലെ ഓരോന്നിനും പൈസ കുറവ്, വേറൊരു സംസ്ഥാനത്തുള്ളവർക്ക് അവിടെ പോയി വസ്തു മേടിക്കാൻ പറ്റും. അപ്പം അവിടുത്തെ ഉള്ള ആൾക്കാരെ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കോടാനുകോടി രൂപ ഫണ്ട് വരികയും ഇത് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഫറൂഖ് അബ്ദുള്ള പോലെയും അല്ലെങ്കിൽ ഒമർ അബ്ദുള്ള പോലെയും ഒരു അച്ഛനും മകനും രണ്ടും മുഖ്യമന്ത്രിമാരല്ലേ. അപ്പം പിന്നെ മറ്റേ ആ സ്ത്രീ ഉണ്ടല്ലോ, അവരും മുഖ്യമന്ത്രിയായിരുന്നു. അവർക്കൊക്കെ അവരുടെയൊക്കെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഈ പണം ഉപയോഗിക്കുകയാണ്. എന്നിട്ട് ഇവരെ നമ്മുടെ ഇന്ത്യയിൽ നിന്നും നമുക്ക് സ്വതന്ത്രമാകണം, അതിനുവേണ്ടി നിങ്ങൾ ചാവേറാവണം അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഈ ഭീകരപ്രവർത്തനത്തിന് വേണ്ടി ഓരോ വീട്ടിൽ നിന്നും ആൾക്കാർ ഉപയോഗിക്കുകയാണ്. അവിടെ പ്രത്യേക സംവിധാനവും അല്ലെങ്കിൽ ഭീകരപ്രവർത്തനവും കൂടിയതുകൊണ്ട് പാകിസ്ഥാനിൻ്റെ സഹായത്തോട് ഭീകരപ്രവർത്തനം എല്ലാ ഭീകര സംഘടനകളും തമ്പടിക്കുകയും അല്ലെങ്കിൽ അവിടുന്ന് ആ പ്രദേശത്ത് പട്ടിണിയുടെ ആക്കം കൂട്ടിയപ്പോൾ ആ പ്രദേശവാസികളെ ഉൾപ്പെടുത്താനൊക്കെ അവർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പട്ടാളക്കാരെ നിയോഗിക്കുക, ഈ പട്ടാളക്കാരെ എറിയുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളെ യുവാക്കളെ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു പൈസയും കയ്യിലില്ല, പട്ടിണിയാണ്. കാരണം കറണ്ട് ഇല്ല, ഭക്ഷണമില്ല, ജോലി ചെയ്യാൻ മാർഗമില്ല, അല്ല ഇവരുടെ. അപ്പം അവർ ആ മാർഗത്തിലേക്ക് ടൂറിസമൊക്കെ വളരെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടൂറിസത്തിന് സാധ്യതയുള്ള സ്ഥലം, ഏറ്റവും കൂടുതൽ ഈ ആപ്പിളിൻ്റെ കാര്യം കാശ്മീർ ആപ്പിൾ കഴിഞ്ഞുള്ളൂ, അതുപോലെ കയറ്റുമതിക്ക് സാധ്യതയുള്ള സ്ഥലം, കൃഷി സംവിധാനങ്ങൾ എല്ലാ രീതിയിലും ജീവിക്കാൻ സംവിധാനമുള്ള സംസ്ഥാനം, ഏറ്റവും സുന്ദരമായ സംസ്ഥാനം, സ്വർഗം പോലുള്ള സംസ്ഥാനം. ഈ സംസ്ഥാനത്ത് ജീവിക്കാൻ മാർഗമില്ലാത്ത ആൾക്കാരെ മാറ്റി ആ ആൾക്കാരെ രാജ്യത്തിനെതിരെ വിധ്വംസ പ്രവർത്തനത്തിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പ്രാപ്തമാക്കുന്ന ആ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റും അതിന് സഹായം ചെയ്യുന്ന പാകിസ്ഥാൻ ഇവർക്ക് പൈസ കൊടുക്കും. നമ്മൾ ആ സംസ്ഥാനത്തിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പൈസ അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നവരോ. ഇത് ജർമ്മനിയിലൊക്കെ കൂടാനുകൂടി അതിൻ്റെയൊക്കെ ഇഡി അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പം ഇത് 370 വകുപ്പ് BJP എടുത്തു കളയുന്നവരുടെ ആദ്യ തൊട്ടേയുള്ള ഒരു വാഗ്ദാനമായിരുന്നു. രണ്ടാമത് ഘട്ടം അത് എടുത്തു കളയത്തില്ലെന്ന് മുഫ്തി ഇതൊക്കെ പറഞ്ഞില്ല, എടുത്തു കളയത്തില്ല നിങ്ങൾ കാണിക്കുക. അവർ നിസ്സാരമായിട്ട് ആ സംസ്ഥാനം 4ആയിട്ട് അങ്ങ് ഉപയോഗിച്ചിട്ട് 370 വകുപ്പ് എടുത്തു കളഞ്ഞു. അതിനുശേഷം വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ, റോഡുകൾ ഉൾപ്പെടെ, എയിംസ് ആശുപത്രി ഉൾപ്പെടെയുള്ള സംവിധാനം വളരെ വലിയ വികസനമാണ്. അപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിനകത്ത് തന്നെ കാശ്മീർ അവർ പറഞ്ഞത്, ഇപ്പം പണ്ട് അവിടെ കാശ്മീരിന്റെ നമ്മുടെ കാശ്മീരി കുങ്കുമപ്പൂവിന്റെ ബിസിനസ് ആണ്. അപ്പൊ അവർ ഈ പ്രശ്നമുള്ള സമയത്ത് 370 എടുത്തു കളയുന്നതിന് മുമ്പേ അവിടെ ചെല്ലുമായിരുന്നു. അപ്പോൾ വളരെ റിസ്കിയാണ്. ഒരു ഈ വിധ്വംസപ്രവർത്തനം നടത്തുന്ന ആൾക്കാരുടെ എല്ലാം അടുത്ത് പോയിട്ടുണ്ട്. അവർക്ക് അന്ന് പറയാൻ നിങ്ങൾ ഇന്ത്യക്കാരെന്നായിരുന്നു പറയുന്നത്. ഇപ്പൊ ഇതെല്ലാം എടുത്തു കളഞ്ഞതിന് ശേഷം ഇവർ ഇതിനകത്തെല്ലാം വളരെ മാറ്റം വന്നു. ഇന്ത്യയിലെ മോദി എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനാണ്. അല്ലെങ്കിൽ ഈ സംവിധാനം, കറണ്ട്, വെളിച്ചം, വെള്ളം, എല്ലാ സംവിധാനങ്ങളും, റോഡുകളും മറ്റു മാർഗങ്ങളും, ബിസിനസ് ചെയ്യാൻ സംവിധാനമായി, കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ സംവിധാനമായി, യുവാക്കൾക്ക് കോളേജിൽ പോകാൻ സംവിധാനമായി, ഈ സംവിധാനമെല്ലാം ആയപ്പോഴത്തേന് അവർ നിങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പം അവർ ഇന്ത്യയെ വേർതിരിച്ചായിരുന്നു. ഇപ്പം നമ്മുടെ ഇന്ത്യ എന്നുള്ള രീതിയിലേക്ക് പോയി. ഇപ്പോഴും പാകിസ്ഥാനിൽ നിന്നും പിന്നെ ഈ പറഞ്ഞ പണ്ട് അവരുടെ കൈക്കലാക്കി വെച്ചിരുന്ന ഫറൂഖ് അബ്ദുള്ള പോലെ, ഒമർ അബ്ദുള്ള പോലെയും അല്ലെങ്കിൽ മറ്റേ അവിടെ ഇരുന്ന അവരുടെ സഹായത്തോട് ഇപ്പോഴും അവിടെ വിധ്വംസ പ്രവർത്തനം നടത്തുകയും പഴയ കാശ്മീരായിട്ട് അതിനെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇതിനകത്ത് അവിടെ ഈ കാശ്മീരിന്റെ അല്ലെങ്കിൽ ഈ വിധ്വംസ പ്രവർത്തനം നടത്തുന്ന യുവാക്കളെ അറിയപ്പെടുന്ന രാജ്യത്തിന്, നമ്മുടെ ഈ രാജ്യത്തിന് പണ്ട് പറയത്തില്ലയോ ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നുള്ള പരിവേഷവർ മനസ്സിലാവുന്നുള്ളൂ. നമ്മുടെ രാജ്യത്തിന്റെ അങ്ങനെ ധരിപ്പിച്ചു വെച്ചേക്കുക. അപ്പൊ ഇവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ റോഡിൽ കൂടെ ഒക്കെ വലിയ റാലിയും ഭയങ്കര നമ്മുടെ പട്ടാളക്കാരൊക്കെ മരിക്കുന്ന സംവിധാനത്തിലൊക്കെയാണ് പോകുന്നത്. അപ്പൊ അത് വലിയ ആഡംബരമുണ്ട്. ഇപ്പം അമിത്ഷാ പറഞ്ഞു, യാതൊരു കാരണവശാലും ഇപ്പൊ സെപ്റ്റംബറിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്, യാതൊരു കാരണവശാലും ഇനിയും അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനുവദിക്കത്തില്ല. ഏതെങ്കിലും ഒരു വിധ്വംസ തീവ്രവാദികളായിട്ടുള്ള ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലെ ആൾക്കാർ പിന്നെ സർക്കാരിന്റെ യാതൊരു പരിഗണന ഉണ്ടാകത്തില്ല. പിന്നെ മാത്രമല്ല
ആദ്യമേ ഇങ്ങനെ തിരുവാതിര അവരെ പട്ടാളം വരും, അലർട്ട് കൊടുക്കും, കീഴടങ്ങിയില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലും. മനസ്സിലായില്ലേ? ഇനിയും ഒരു വീട്ടിൽ നിന്ന് ഇത്തരം പ്രവർത്തനത്തിന് ഏതെങ്കിലും യുവാക്കൾ തയ്യാറായാൽ അവരെ അറിയിച്ചാൽ വീണ്ടും പ്രത്യേക പരിഗണന കൊടുക്കും. മനസ്സിലാവുന്നുണ്ട്? ഇപ്പം ഈ അമിത്ഷായ്ക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ആഭ്യന്തരമന്ത്രി ആയിരുന്നല്ലോ. ഇപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി, പണ്ട് ഗുജറാത്ത് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടുത്തെ ആഭ്യന്തരമന്ത്രിയാണ്. അമിത്ഷായ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അമിത്ഷാ അന്ന് ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്നപ്പോൾ അതിന് മുമ്പത്തെ ആഭ്യന്തരമന്ത്രി BJPയുടെ തന്നെ ആഭ്യന്തരമന്ത്രി പാട്ടീൽ നിന്നും കണ്ടായിരുന്നു. അദ്ദേഹത്തെ പാകിസ്ഥാൻ തീവ്രവാദികൾ കയറി വെടിവെച്ചു വന്നതാണ്. മനസ്സിലായി? അത്രയ്ക്ക് മോശമുള്ള സംസ്ഥാനമായിരുന്നു ഗുജറാത്ത്. 2000 ഗുജറാത്ത് സംഭവത്തിന് ശേഷം, കലാപത്തിന് ശേഷം ആ സംസ്ഥാനത്തെ അമിത്ഷാ ഉൾപ്പെടെ, നരേന്ദ്രമോദി ഉൾപ്പെടെ ആ സംസ്ഥാനം മൊത്തവും വിധ്വംസക പ്രവർത്തനം അല്ലെങ്കിൽ ഇത്തരം പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികൾ കീഴ്പ്പെടുത്താൻ തീരുമാനിച്ചിരുന്നതാണ്. ആ സംസ്ഥാനത്ത് ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്ന അമിത്ഷാ പോലുള്ള ആൾ ഇരുന്നുകൊണ്ടാണ് അവിടെ ഒന്നും നടക്കാതെ പോയി. പാകിസ്ഥാനിൽ നിന്ന് അതിനുവേണ്ടി ബോർഡറുമായിട്ട് 10-60 കിലോമീറ്ററിന്റെ വ്യത്യാസമേ ഉള്ളൂ ഗുജറാത്ത് എന്ന് പറയുന്നത്. അതുപോലെ കടലോര പ്രദേശമാണ്, പോർട്ടുള്ള സ്ഥലമാണ്. ഏത് രീതിയിലും നമ്മുടെ ശത്രുക്കൾക്ക് അവിടെ കയറി വരാം. അപ്പം ആ സംസ്ഥാനത്ത് അവർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒന്നും നടന്നിട്ടില്ലെന്നുള്ളതാണ്. ആ കലാപം 48 മണിക്കൂർ കൊണ്ട് വിതറിയ അല്ലെങ്കിൽ ഉണ്ടാക്കിയതിനകത്ത് കാര്യമുണ്ട്. ആ കലാപത്തിന് മുമ്പ് ഒരു കലാപം ഉണ്ടായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ കലാപം സൃഷ്ടിയാണ്. ആ കലാപത്തിന് ശേഷം അവിടെ ഒന്നും നടന്നിട്ടില്ല. ആ നരേന്ദ്രമോദി തന്നെ ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യയിലും അത്തരത്തിൽ കാര്യങ്ങളൊന്നും, അന്ന് ഏറ്റുമുട്ടൽ കൊലപാതകം നടക്കുമായിരുന്നില്ല. ഇപ്പൊ UP കാര്യം പറഞ്ഞ പോലെ ഏറ്റുമുട്ടൽ കൊലപാതകം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തവനെ കൈ കിട്ടിയാൽ അവന്റെ വിവരശേഖരണം എല്ലാം കഴിഞ്ഞിട്ട് അങ്ങ് വെടിവെച്ചു കൊല്ലും. എന്തായാലും നമ്മൾ അതിനേരം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. നിങ്ങൾക്കറിയാം, പ്രാണേഷ് കുമാർ എന്ന് പറയുന്ന ഒരാളുടെ ഏറ്റവും കൂടുതൽ കേരള മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ്. പ്രാണേഷ് കുമാർ എന്ന് പറയുന്ന ജഹാൻ ഓർമ്മയുണ്ടോ? വലിയ വിവാദമായിട്ടുള്ള, എനിക്ക് ഇവിടുത്തെ മാധ്യമങ്ങൾ ഇപ്പോഴും പറഞ്ഞു പ്രചരിപ്പിച്ച്, അന്നെല്ലാം പറഞ്ഞു പ്രചരിപ്പിച്ച നിരപരാധികളായിട്ടുള്ള ഈ ഒരു ഭാര്യയും ഭർത്താവിനെയും വെടിവെച്ചു കൊണ്ടാണ്. ഈ പ്രാണേഷ് കുമാർ എന്റെ ബന്ധുവാണ്. പ്രാണേഷ് കുമാർ എന്റെ ബന്ധുവാ. ഗോപിനാഥൻ പിള്ള എന്നാ പുള്ളിയുടെ അമ്മയുടെ അച്ഛന്റെ പേര്. പന്തളത്താണ്, പന്തളത്തിന് അപ്പുറത്താണ് അവരുടെ. തട്ടയിൽ ഇടയേരിയത്ത് കുടുംബം എന്ന് പറയും ഞങ്ങളുടെ കുടുംബം. ഞങ്ങൾക്ക് അവിടെ തുമ്പോണ ഞങ്ങളുടെ കുടുംബക്ഷേത്രമുള്ളത്. അവിടെ ഇടയേരിയത്ത് കാവൊക്കെയാണ്. ഏറ്റവും അടുത്ത ബന്ധുവാണ്. അതുകൊണ്ട് എനിക്ക് ഇവനെ അറിയാം. പ്രാണേഷ് കുമാറിനെ എനിക്ക് 2 ആൺപിള്ളേരാണ് പുള്ളിക്ക്. ഈ ആൺപിള്ളേരെന്ന് പറഞ്ഞാൽ ഈ മൂത്ത ആള് എഞ്ചിനീയറിംഗ് ആണ്ട് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഗുജറാത്തിൽ പോവാ ജോലി. രാവിലെ അമ്പലത്തിൽ പോയി, വൈകിട്ട് അമ്പലത്തിൽ പോയി കുറിയും തൊട്ടുകൂടെ നടന്ന പയ്യൻ ഗുജറാത്തിൽ ജോലിക്ക് പോയിട്ട് തിരിച്ചൊരു സുപ്രഭാതത്തിൽ വീട്ടിൽ വന്നപ്പം ഈ ഒരു പ്രത്യേക വേഷം ഉണ്ടല്ലോ, താടിയൊക്കെ ഇത്രയുണ്ട്. അപ്പം മീശയൊന്നുമില്ല. ഈ മീശയില്ലാ താടിയുള്ള ഒരു മുസ്ലിങ്ങളുടെ ഒരു വേഷം തൊപ്പി. ഇയാൾ അവിടുന്ന് മതമൊക്കെ മാറി പഴയ പോലെ ആൾക്കാരുടെ സഹകരിക്കാതെ ഒരു അന്തർമുഖൻ. അപ്പൊ അവിടുന്ന് ഒരു മുസ്ലിം പെൺകുട്ടിയൊക്കെ പിന്നെ അതിന് ശേഷം ഇയാൾ പോയി പിന്നെ വലുതായിട്ട് വരാറൊന്നുമില്ല. വളരെ വിരളമായിട്ടാണ് പിന്നെ ഇതിന് ശേഷം ഈ മുസ്ലിം വേഷധാരിയായിട്ട് വന്നതിന് ശേഷം വന്നിട്ട് കല്യാണം കഴിച്ചു. ഒരു സുപ്രഭാതത്തിലാണ് ഈ വാർത്ത വരുന്നത്. പ്രാണേഷ് കുമാർ ഇത് വെടിവെച്ചത് ഭയങ്കരമായിട്ട് വിഷയം കത്തിച്ചുകൊണ്ട് എത്രയോ നാള് ഈ ഏറ്റുമുട്ടൽ കൊലപാതകം മനഃപൂർവ്വം ചെയ്യുന്നതാണ്, അവരെല്ലാം നിരപരാധികളാണെന്ന് പറഞ്ഞ് മനുഷ്യാവകാശ കമ്മീഷനും ഈ ഇവിടുത്തെ പത്രങ്ങളും പ്രതിപക്ഷ പാർട്ടികളും എല്ലാം കൂടെ പറയുന്നല്ലോ. പ്രാണേഷ് കുമാറിനെ എനിക്കറിയാം. കാരണം അയാൾ കൃത്യം തീവ്രവാദി എന്നുള്ളവരെ എനിക്കറിയാം. കാരണം എൻ്റെ ബന്ധു ഞാൻ ഇപ്പം അത് പറയേണ്ടി വന്നൊരു അവസ്ഥ വന്നുകൊണ്ടാണ് പറഞ്ഞത്. എന്നിട്ട് ഈ മരിക്കുകയും ഇതിന് ശേഷം 2 കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പോൾ മൂത്ത ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാണും ഒരു പെണ്ണുമാണ്. ഈ ഗോപിനാഥൻ പിള്ള എന്ന് പറഞ്ഞ ആള് ഇവന്റെ പേരിലുള്ള വസ്തു എല്ലാം വിറ്റ് അവിടെ കൊണ്ട് ഫ്ലാറ്റൊക്കെ മേടിച്ചു. ഒരു ബന്ധമൊന്നുമില്ല, ആ ഒരു മുസ്ലിം കുടുംബമാണ്. അപ്പം പിന്നെ ഡേവിഡ് ഖൽഡി എന്ന് പറഞ്ഞപ്പം ഒരു തീവ്രവാദിയെ പിടിച്ചില്ലേ, അമേരിക്കൻ വംശജൻ. അയാളെ പിടിച്ചപ്പോൾ അയാൾ പരസ്യമായിട്ട് പറഞ്ഞില്ലേ, ഇവരെ 2 പേരെയും അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ടുള്ള അമിത്ഷായെയും നരേന്ദ്രമോദിയും കൊല്ലുന്നതിന് വേണ്ടി ഞാൻ നിയോഗിച്ചിരുന്ന IS തീവ്രവാദികൾ, ലഷ്കർ എ തോയ്ബ തീവ്രവാദികളായിരുന്നു പറഞ്ഞല്ലോ. അത്ര ഇവിടുന്ന് അത് അവരെ ചോദ്യം ചെയ്യാൻ പോയതാണ് ബെഹ്റയായിരുന്നു, അറിയാം. CBIയുടെ ഓഫീസറായിരുന്നു ബെഹ്റ. അപ്പൊ അത്തരത്തിലൊരു വെളിപ്പെടുത്തലൊക്കെ ഉണ്ട്. ഞാൻ ഈ പറഞ്ഞത് ഈ അമിത്ഷായും നരേന്ദ്രമോദിയുടെയും പുറകെ നമ്മുടെ ഈ പിണറായി വിജയന്റെ കാര്യം പറഞ്ഞതുപോലെ ഉണ്ടായ ആക്ഷേപങ്ങൾ മൊത്തം അസത്യത്തിന്റെ ആക്ഷേപങ്ങളായിരുന്നു. അല്ലെങ്കിൽ അവർ ചെയ്ത പ്രവൃത്തികളൊക്കെ രാജ്യത്തിന്റെ ഗുണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരുന്നു. അപ്പം ഇത്തരത്തിൽ ആ സംസ്ഥാനത്ത് വെടി പൊട്ടാതെ ഇരുന്നതിന്റെ ഒരു കാരണം ഞാൻ പറഞ്ഞതാണ്. അവിടുന്നുള്ള കൃത്യമായിട്ടുള്ള വിധ്വംസക പ്രവർത്തനം നടത്തുന്ന ആൾക്കാരെ മൊത്തം നുള്ളിപ്പറക്കി അവരെ വെടിവെച്ച് കൊള്ളേണ്ടവനെ വെടിവെച്ച് കൊന്നു. ഇതേ ഒരു സിസ്റ്റത്തിലേക്കാണ് കാശ്മീരിലും പൊക്കോണ്ടിരിക്കുന്നത്. കാശ്മീരിൽ 370 വകുപ്പ് കഴിഞ്ഞിട്ട് അവിടെ പട്ടാളക്കാരെ തീരുമാനിച്ചു ഒരു പരിധിവരെ അവിടെ വിധ്വംസക പ്രവർത്തനം നടത്തുന്നവരെ കണ്ടെത്തി വെടിവെച്ച് കൊല്ലുന്ന ഒരു അവസ്ഥ ഇപ്പോഴും ശാന്തമായിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇടയ്ക്കിടയ്ക്ക്
വെടിവെട്ടുന്നുണ്ട്. അതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്നതിനകത്ത് ഗ്രാമപ്രദേശത്തെ ചിലർക്കെങ്കിലും പങ്കുണ്ട്. 5% മാത്രം വോട്ടുണ്ടായിരുന്ന ഇപ്രാവശ്യം 51% വോട്ട് ആ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ആ സംസ്ഥാനത്ത് ജീവിക്കാൻ ആൾക്കാർ ഏതാണ്ട് 60% ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഗുജറാത്ത് മോഡലിലുള്ള ഒരു പ്രത്യേക മോഡലിൽ അമിത്ഷായുടെ അല്ലെങ്കിൽ മേൽനോട്ടത്തിൽ തന്നെ ഒരു സംവിധാനത്തിലേക്ക് പോകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗുജറാത്ത് മോഡലിലെ അമിത്ഷായുടെ അതേ മോഡൽ തന്നെ കാശ്മീരിൽ അവലംബിക്കും. കാശ്മീർ വൃത്തിയാവും, ഏറ്റവും നല്ല സംസ്ഥാനമാവും. പണ്ട് നെഹ്റു പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, ഈ സ്വർഗമാണ് കാശ്മീർ എന്ന്. ഈ നരകമാക്കിയ മനുഷ്യനാണ് അദ്ദേഹം. പക്ഷേ അമിത്ഷായും നരേന്ദ്രമോദിയും ആ പഴയ സ്വർഗം, ആ കാശ്മീരിനെ തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.